നീ എന്താണ് ഇപ്പൊ സംഘടനയിലില്ലേ? ഇല്ല. എന്തേ കാരണം? ഞാൻ നിർത്തി. ഇതെന്താ ബിസിനസ്? നിർത്താൻ ഇതെന്താ ബിസിനസ്സോ? നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിന്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാക്കുക എന്നാണ്. സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ബർക്കത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഇബാദത്തിന്റെ ഒരു വലിയ അംശം സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടും. ഉദാഹരണത്തിന് നമ്മുടെ ഈ സെക്ടർ സാഹിത്യോത്സവിൽ എത്ര മദ്ഹ് ഗാനം പാടും, എത്ര സ്വലാത്ത് ചൊല്ലും, എത്ര ആയിരം ബൈത്തുകൾ പാടും, എത്ര മാല മൗലിദുകൾ ചൊല്ലും, എത്ര നശീദകൾ ഉണ്ടാകും, എത്ര സൂഫി സംഗീതങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ആയിരക്കണക്കിന് വരുന്ന സെക്ടറുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇത് നടക്കുമ്പോൾ അതിന്റെ കൂലി എത്രയായിരിക്കും അതിന്റെ പ്രതിഫലം? നിങ്ങൾ ആലോചിച്ചു. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു തൗഫീഖാണ്. ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാനുള്ള ഒരു വേദിയാണ് സംഘടന എന്ന് പറഞ്ഞത്. അതാണല്ലോ മഹാന്മാരായ ഉസ്താദുമാർ കോഴിക്കോടും മറ്റു ആസ്ഥാനങ്ങളിലും അവർ മീറ്റിങ്ങിന് വരുന്നത്. എന്തേ കാരണം? അവർക്കറിയാം ഇത് വലിയ ഖൈറാത്തിന്റെ ഈറ്റില്ലമാണ്. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു തന്റെ ദർസിനിടയിൽ പാവപ്പെട്ടവരുടെ നാട്ടിൽ പോയിട്ട് വെള്ളം കോരി കൊടുക്കാറുണ്ടായിരുന്നു. ഒരു SYSന്റെ സാന്ത്വനം വളണ്ടിയറോടാണ് മഹല്ലി ഇമാം തന്റെ ജീവിതം കാണിച്ചു കൊടുക്കണം. ആരാണ് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു? അശ്ശാരിഉൽ മുഹദ്ദിഖാൻ. ലോകത്ത് എതിരഭിപ്രായമില്ലാതെ വ്യാഖ്യാതാക്കളിലെ ഏറ്റവും വലിയ മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. തന്റെ നാട്ടിൽ ഇൽമിന്റെ കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ, മദ്രസ ഉണ്ടാക്കുമ്പോൾ അവിടെ കല്ലെടുത്തുകൊണ്ട് പണിയെടുത്ത് സഹായിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? 16 കൊല്ലം കൊണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാക്കിയ മഹാൻ. അള്ളാഹുവിന്റെ അടുത്ത് ഈ ബുഖാരി എന്ന ഗ്രന്ഥം ഞാൻ പറയും, എന്താ ബുഖാരി നീ ജീവിതത്തിൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ കിതാബ് എടുത്ത് കൊടുക്കുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ബുഖാരി ഇമാമും സാന്ത്വന സേവന പ്രവർത്തനങ്ങളിൽ നിരതരാണ്. അന്നത്തെ ആൾക്കാർ ചോദിച്ചു, ഉസ്താദ് എന്തിനാ ഈ പണിയൊക്കെ എടുക്കുന്നത്? ഉസ്താദ് ഇതിൽ നിന്നൊക്കെ മാറിയെന്നൂടെ? വേണ്ട, ഇതെനിക്ക് ആഖിറത്തിൽ പ്രതീക്ഷയാണ്.